ഒരു വിധി വരാൻ എത്ര കാലയളവ് ഉണ്ടാവും ഇതിനകത്ത് ഒരു ഓൺലൈൻ തട്ടിപ്പിലൊക്കെ? എന്താണെങ്കിലും കുറച്ച് ടൈം നമുക്ക് എടുക്കും. കാരണം ഇത് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവണം. പ്രൊസീജിയർ കംപ്ലീറ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ ചിലതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഡാറ്റാസ് കിട്ടുന്നതായിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ UPI QR കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ എല്ലാത്തിനും പെട്ടെന്ന് നമുക്ക് ലഭ്യമാക്കണമെന്നില്ല. അപ്പോൾ ഒരു സംഭവം ഒരു കുട്ടിയുടെ ഒരു ജോലി ഓഫർ ചെയ്തുകൊണ്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, അതിൽ ഇവർ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതിലേക്ക് ഇത്ര രൂപ പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ 125 രൂപ മുതൽ 30,000 40,000 ടോട്ടൽ 12 ലക്ഷം വരെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കേസ് എനിക്കറിയാം. ആ കുട്ടി ഇതുപോലെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പല നമ്പറുകളോട്ടും. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 5 ലക്ഷം രൂപ മാത്രമേ ഫ്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എമൗണ്ട് എല്ലാം പോയി. കാരണം അത് അയച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്, ആരുടെ അക്കൗണ്ടിലാണ്, പ്രത്യേകിച്ച് അക്കൗണ്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു QR കോഡ് അയക്കും, ഇല്ലെങ്കിൽ ഒരു ലിങ്ക് അയക്കും, അതിൽ കയറി പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അതെല്ലാം ട്രേസ് ഔട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. മേ ബി നമുക്കത് മുന്നോട്ട് വരുമ്പോഴേക്കും അത് പ്രതീക്ഷിക്കാം നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്നുള്ളത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ കേസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് കുറച്ച് ഡിലേ ആകാം. ഇൻവെസ്റ്റിഗേഷൻ നടക്കണം, ഇനി അത് പോരാന്നുണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും.